ബിൽഡേഴ്സ്, നിങ്ങൾ ബ്രോക്കേഴ്സ്, നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മറ്റുള്ളവർ വിലമതിക്കുന്നതും മറ്റുള്ളവർ നമ്മെ ശരിക്കും സ്നേഹിക്കുന്നതും നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. മനുഷ്യന് മാത്രമേ അത് പറ്റുള്ളൂ, മൃഗങ്ങൾക്ക് അത് പറ്റില്ല. പക്ഷെ ഇന്ന് മനുഷ്യൻ്റെ ബന്ധങ്ങളെല്ലാം ചതിയും വഞ്ചനയും വക്രതകളും, എന്താ പറയുക, ആ അവസ്ഥയിലാണ് മനുഷ്യൻ രോഗികളായിത്തീരുന്നത്. കൂടെ നിന്നവരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് വേദനകൾ കൊടുക്കുക. ആ മനുഷ്യൻ നിങ്ങളാകരുത്, ഞാൻ ആകരുത്. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ജീവിതം കൊണ്ട് തണലും ആശ്വാസവും സന്തോഷവും കൊടുക്കുന്ന ഒരു ജന്മമാണെങ്കിൽ മാർപ്പാപ്പ മരിച്ചുപോയാൽ പോലും ഈ ലോകം മറക്കില്ല. കാരണം പോകുന്നിടത്തെല്ലാം കണ്ടുമുട്ടുന്നവർക്കെല്ലാം തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ വലിയ ഒരു ബിസിനസ്സിലേക്കും ബിൽഡർ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, പിന്നെന്താണ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റിനൊന്നും അർത്ഥമില്ല. നിങ്ങളാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളെ മറ്റുള്ളവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ജോസഫ് അല്ലെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ രാധാകൃഷ്ണൻ, താങ്കളാണോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളെല്ലാ സംരംഭവും അടിപൊളിയായി പൊട്ടിപ്പൂരമായിട്ട് വിജയിക്കും. ബന്ധങ്ങളാണ് നിങ്ങളിവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ മഹാസമ്മേളനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അമ്മ അപ്പൻ എന്ന, മക്കൾ മാതാപിതാക്കൾ എന്ന ബന്ധം പോലും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ഒരു വ്യത്യസ്ത മാതാപിതാക്കൾ ജനിച്ചവർ ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയായി ശക്തമായി നിലകൊണ്ടാൽ അത് വലിയ ലോകത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും. പക്ഷേ നമ്മുടെ ഒരു വീട്ടില് ഒരു അപ്പനും അമ്മയും മക്കളും കൂടെ ഒരു യാത്ര പോയിരുന്നു. ഒരു പുഴ കടന്നു പോണ വഴിക്ക് അവരൊരു വഞ്ചിയിൽ കയറി. എല്ലാവരും വഞ്ചി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഞ്ചിയിൽ മോൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അപ്പം പറഞ്ഞു, അവിടെ ഇരിക്കണ. അപ്പൊ അവൻ കേൾക്കണില്ല. ഇരിക്കാൻ. അപ്പൊ പറഞ്ഞു, നിന്റെ അപ്പനാടാ പറഞ്ഞ ഇരിക്കാൻ. അവ ഇരിക്കില്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, അതവിടെ നിന്നോട്ടെ, നീ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ അമ്മ പറഞ്ഞു. അങ്ങനെ അവനവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേനാക്കത്തി എടുത്ത്. അപ്പൊ അപ്പം നോക്കി, ഇനി എന്തുട്ടാ കാണിക്കാൻ പോണത്. എന്നിട്ട് അവൻ എഴുന്നേറ്റ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ഓട്ട തുളയ്ക്കുന്നു. പപ്പ ചോദിച്ചു, നീ എന്നിട്ട് കാണിക്കണേ? ഞാൻ എന്നിട്ട് കാണിക്കണേതാ? നീ എന്നിട്ട് കാണിക്കണേ? എൻ്റെ സ്ഥലത്ത് ഓട്ട തുളയ്ക്കണം. ഞാൻ പറഞ്ഞതെന്തിനാണെന്നറിയോ? ഇതുപോലെയാണ് ഓരോ കുടുംബങ്ങളും ഓരോ സമൂഹങ്ങളും തകർന്നു പോയിട്ടുള്ളത്. പർവ്വതം കയറാനായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയോ? ഒരാളുടെ അരയിൽ ഒരു കയറ് കെട്ടും, ആ കയറ് മറ്റാളുടെ അരയിൽ കെട്ടും. അങ്ങനെ 20 പേരുടെ അരയിലും കയറ് കെട്ടിയിട്ട് കൊട്ടുമുട്ടികൾ വരെ അവർ കയറും. ഭയങ്കര കോൺഫിഡൻസാ. കാരണം മോളിലത്തോൻ്റെ കാല് തെറ്റി വീണാൽ പിന്നെയുള്ളവൻ്റെ അരയിൽ അവൻ തൂങ്ങിക്കിടക്കും. താഴെയുള്ളവൻ്റെ കാല് തെറ്റിയാലും മുകളിലുള്ളവരുടെ ബലത്തിൽ അവൻ കിടക്കും. ഒരു കൂട്ടായ്മയായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. സമൂഹത്തിൽ അങ്ങനെ നിങ്ങൾക്കൊരു മാതൃക കാണിക്കാൻ സാധിച്ചാൽ അത് താജ്മഹാളിനേക്കാൾ വലിയ മഹാ അത്ഭുതമാകും. പല പ്രസ്ഥാനങ്ങൾ തുടങ്ങി കുറെ കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. ബന്ധങ്ങൾ, ഞാനിത് എൻ്റെ അനുഭവങ്ങൾ കൂടെ ചിലത് പറയണത് മാത്രം. ഞാൻ UK നാളെ പോവാണ്. ഒരു 5 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് യാത്രയാണ്. അപ്പൊ കാറിലാണ് എന്നെ കൊണ്ടുപോണത്. അപ്പൊ ഡ്രൈവറും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഡ്രൈവറിനൊരു കോളും. അപ്പൊ അവൻ സ്പീക്കറിലിട്ടു. ഡാ അതെ തോമസ്,
നമുക്കിവിടെ 5000 പൗണ്ട് കൊടുത്താൽ ഒരു വില്ല കിട്ടുക, 3 ബെഡ്റൂം വില്ല. അപ്പൊ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാടാ. ആയിക്കോട്ടെ, നീ ആ വർഗീസിനോട് പറഞ്ഞോട്ടാ, നമുക്ക് 3 പേർക്ക് കൂടി ഒരെണ്ണം വാങ്ങിക്കാം. 5000 പൗണ്ട് ആദ്യം കൊടുത്താൽ മതി, പിന്നെ നമുക്ക് അടച്ചിലാക്കാം. അത് നല്ലതാണ്, നമുക്ക് ഒരെണ്ണം എടുക്കാം. അല്ല, നീ ഇപ്പൊ വിഷമിക്കണ്ട. അതായത് ഇതിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ല, ബെസ്റ്റ് വില കിട്ടുക. അപ്പൊ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, അതിനെതിരെ നമ്മൾ വിൽക്കണേ, അല്ല വിൽക്കണേന്ന്